ഹലോ ഫ്രണ്ട്സ്, ടിപ്സിന് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ റിയൽ മാഡ്രിഡ് വേഴ്സസ് ബാഴ്സലോണ ഇവരുടെ മാച്ച് നമ്മൾ എൽ ക്ലാസിക്കോ സീസൺ നോക്കുവാണ്. ഫ്രണ്ട്സ്, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ഈ സീസണിൽ 4 എൽ ക്ലാസിക്കോ മാച്ചാണ് നടന്നത്. ഈ 4 എൽ ക്ലാസിക്കോ മാച്ചിന് റിയൽ മാഡ്രിഡിന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. എന്നാൽ ബാഴ്സലോണയ്ക്ക് നല്ല വിജയമാണ് ഏറ്റുവാങ്ങാൻ പറ്റിയത്. നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും റിയൽ മാഡ്രിഡ് ഫുൾ അടിപൊളി താരങ്ങളെ വെച്ചാണ് കളിപ്പിക്കുന്നത്. ഫസ്റ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ മുൻനിര തന്നെ നോക്കുകയാണെങ്കിൽ 5 പ്ലേസ് നോക്കുവാണെങ്കിൽ തന്നെ അടിപൊളി പ്ലേസിനെ വെച്ചാണ് റിയൽ മാഡ്രിഡ് കളിക്കുന്നത്. എന്നിട്ടും എങ്ങനെ റിയൽ മാഡ്രിഡ് തോക്കുന്നു എന്നാണ് എല്ലാവർക്കും ഡൗട്ട്. നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും ബാഴ്സലോണ പക്ഷേ കളിച്ചേക്കുന്ന പ്ലേസിനെ മൊത്തം പുതിയ പ്ലേസിനെ യങ് പ്ലേസിനെ വെച്ചാണ് ബാഴ്സലോണ കളിപ്പിച്ചിരിക്കുന്നത്. എല്ലാ പ്ലേസ് നോക്കുകയാണ് അങ്ങനെയാണ്. ഫ്രണ്ട്സ്, നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ബാഴ്സലോണ റിയൽ മാഡ്രിഡിനെ തകർത്ത് ഈ 4 എൽ ക്ലാസിക്കോ മാച്ചിലും ഏറ്റവും മുന്നായിട്ട് നിൽക്കുന്ന ബാഴ്സലോണയ്ക്കകത്ത് ഒരു പ്ലെയറാണ് യാമിൻ യമാൽ. ഫ്രണ്ട്സ്, ഈ യമാൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും റിയൽ മാഡ്രിഡിൻ്റെ ഈ 4 എൽ ക്ലാസിക്കോ മാച്ച് റിയൽ മാഡ്രിഡുള്ള ഈ 4 എൽ ക്ലാസിക്കോ മാച്ചിലും യമാൽ ആണ് റിയൽ മാഡ്രിഡിനെ തകർത്ത് വെച്ചിരിക്കുന്നത്. അതെല്ലാവർക്കും അറിയാം. റിയൽ മാഡ്രിഡിനെ തകർത്ത് വെച്ചേക്കാണ് 17 വയസ്സുകാരെ. ഫ്രണ്ട്സ്, റിയൽ മാഡ്രിഡിൻ്റെ പക്ഷേ മുൻനിര നോക്കുവാണെങ്കിൽ അടിപൊളി പ്ലേയേഴ്സ് ആണ്. എന്നിട്ട് റിയൽ മാഡ്രിഡിന് തോക്കുന്ന കാരണം എന്താണെന്ന് ആർക്കും ഇതായിട്ട് മനസ്സിലാവുന്നില്ല. ഗൈസ്, നിങ്ങൾ ഒന്ന് ഓർക്കുക, യമാൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സീസണിൽ എൽ ക്ലാസിക്കോ മാച്ചിന് ഒരിക്കലും റിയൽ മാഡ്രിഡിനെ ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റത്തില്ലായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. റിയൽ മാഡ്രിഡിന് ഈ എൽ ക്ലാസിക്കോ കഴിഞ്ഞപ്പോൾ നോക്കുകയാണെങ്കിൽ 4 മുട്ടയ്ക്കാണ് റിയൽ മാഡ്രിഡ് പരാജയപ്പെട്ടിരിക്കുന്നത്. 4 കളിയും ബാഴ്സലോണ തന്നെയാണ് ജയിച്ചിരിക്കുന്നത്. എന്നാൽ ഫ്രണ്ട്സ്, നിങ്ങൾ ഒരിക്കലും റിയൽ മാഡ്രിഡിനെ താഴ്ത്തി പറയാൻ പറ്റത്തില്ല. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് റിയൽ മാഡ്രിഡിനെ അറിയാവുന്ന ഒരു ഫുട്ബോൾ ഫാൻസാണ്, ഒരു ഫുട്ബോൾ കളി കാണുന്ന ഒരു വ്യക്തിയാണെന്നുള്ള നിലയിൽ ഞാൻ പറയുവാണ്. റിയൽ മാഡ്രിഡിനെ അറിയാവുന്ന ഏതൊരു ആൾക്കാർക്കും അറിയാം റിയൽ മാഡ്രിഡിനെ ഒരിക്കലും താഴ്ത്തി പറയാൻ പറ്റത്തില്ല. റിയൽ മാഡ്രിഡ് ഏത് സമയം തിരിച്ചു വരുന്ന കുറച്ച് പ്ലേയേഴ്സാണ് റിയൽ മാഡ്രിഡ് ഉള്ളത്. പ്ലേയേഴ്സ് അല്ല, ഏത് സാഹചര്യത്തിലും റിയൽ മാഡ്രിഡ് തിരിച്ചു കയറി വരും. അതങ്ങനെയാണ് റിയൽ മാഡ്രിഡിൻ്റെ അവസ്ഥ. ഫ്രണ്ട്സ്, നിങ്ങൾ കുറച്ച് പിന്നിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം റിയൽ മാഡ്രിഡ് കാലഘട്ടം. ഫ്രണ്ട്സ്, റിയൽ മാഡ്രിഡ് ഫുട്ബോൾ ലോകത്തെ ക്ലബ്ബ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു റിയൽ മാഡ്രിഡിന്. പക്ഷേ ഒരിക്കലും ഞാനൊരു ക്ലബിനെ പൊക്കി പറയുമല്ല. ഫ്രണ്ട്സ്, എന്ന് പറഞ്ഞാൽ ബാഴ്സലോണ ആ സമയത്ത് ഭരിച്ചില്ലെന്നല്ല പറഞ്ഞത്. ബാഴ്സലോണ ഒപ്പം റിയൽ മാഡ്രിഡൊപ്പം ബാഴ്സലോണ ഉണ്ടായിരുന്നു. എന്നാൽ എൽ ക്ലാസിക്കോ എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഫൈറ്റിലായിരുന്നു എൽ ക്ലാസിക്കോ പോയിക്കൊണ്ടിരുന്നത്. ഇതുപോലെ ഒരിക്കലും ഒരു തോൽവി എൽ ക്ലാസിക്കോ ഏറ്റുവാങ്ങിയിട്ടില്ല റിയൽ മാഡ്രിഡ്. പക്ഷേ എന്നാൽ ഈ സീസണിലാണ് ഇത്രയും വലിയ തോൽവി റിയൽ മാഡ്രിഡ് ഏറ്റുവാങ്ങിയത് എന്ന് കരുതി എല്ലാ സീസണിലും ഇത്രയും വലിയ തോൽവി റിയൽ മാഡ്രിഡ് ഏറ്റുവാങ്ങും നിങ്ങൾ ഒരിക്കലും ചിന്തിക്കേണ്ട. റിയൽ മാഡ്രിഡ് തിരിച്ച് കയറി വരും ഗൈസ്, അത് ഉറപ്പാണ്. തിരിച്ച് കയറി വരും. അത് ഏതൊരു ഫുട്ബോൾ കാണുന്ന ആൾക്കാരാണെങ്കിലും അവർക്കറിയാം റിയൽ മാഡ്രിഡിനെ. ഫ്രണ്ട്സ്, അപ്പം നിങ്ങൾ ഈ എൽ ക്ലാസിക്കോ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും റിയൽ മാഡ്രിഡ് തകർന്നു പോയി. എന്തായാലും ബാഴ്സലോണ ലാ ലീഗ അടിച്ചിട്ടുണ്ട്, ഉറപ്പിച്ചിരിക്കുവാണ്. കോപ്പ ഡെൽ റേയും കപ്പ് ടൈറ്റിലായിട്ടുണ്ട്. ഫ്രണ്ട്സ്, അങ്ങനെ ബാഴ്സലോണ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. ഫ്രണ്ട്സ്, ഈ യു സി എൽ ബാഴ്സലോണയ്ക്ക് നഷ്ടപ്പെട്ട സെമി ഫൈനലാണ് ഗൈസ്. എക്സ്ട്രാ ഒരു 3 മിനിറ്റ് വരെ ഇച്ചിലൂടെ കിട്ടിയായിരുന്നെങ്കിൽ ബാഴ്സലോണ അടിച്ച് തിരിച്ച് കയറി വന്നേനെ. അല്ലെങ്കിൽ 3 മിനിറ്റ് കിട്ടാതിരുന്നായിരുന്നെങ്കിലും എക്സ്ട്രാ ടൈം കൊടുക്കാതിരുന്നായിരുന്നെങ്കിൽ ബാഴ്സലോണ കയറി വന്നേനെ. ഫ്രണ്ട്സ്, ആ 3 മിനിറ്റിലാണ് കളി പോയത്, ബാഴ്സലോണ കൈ വിട്ടു പോയത്. എന്നാലും സെമി ഫൈനൽ വരെ കളിച്ച് കയറി വന്നിട്ട് ബാഴ്സലോണ പുറത്തായി. അത് ഓർക്കുമ്പോൾ ഏതൊരു ബാഴ്സ ഫാൻസിനും സന്തോഷം തന്നെയാണ്. എഗ്രിഗേറ്റ് വെച്ച് നോക്കുവാണെങ്കിൽ 6-7 ബാഴ്സലോണ പുറത്തായിരിക്കുന്നത്. ചില ബാഴ്സ ഫാൻസ് റിയൽ മാഡ്രിഡ് സെമി പോലും കയറാതെ ക്വാർട്ടർ ഫൈനലിൽ തോറ്റ് പുറത്തായതുകൊണ്ട് അത്രയും വിഷമം ഇല്ലാത്ത ബാഴ്സ ഫാൻസും ഉണ്ട്. അപ്പോൾ എന്തായാലും ബാഴ്സലോണ വെച്ച് റിയൽ മാഡ്രിഡ് എൽ ക്ലാസിക്കോ മാച്ച് ഈ സീസൺ കഴിയുമ്പോൾ നോക്കുവാണെങ്കിൽ 4 മുട്ടയ്ക്കാണ് പരാജയപ്പെട്ടിരിക്കുന്ന റിയൽ മാഡ്രിഡ്. എന്തായാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, വീഡിയോ ലൈക്ക് കൂടെ ചെയ്തേക്കുക. നിങ്ങൾ ഏത് ഫുട്ബോൾ ഫാൻസ് ആണെങ്കിലും ഏത് ടീമിൻ്റെ ഫാൻസ് ആണെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നിങ്ങൾ ഏത് ടീമിൻ്റെ ഫാനാണെന്ന് ജസ്റ്റ് വീഡിയോ കമൻറ്റ് കൂടെ ചെയ്തേക്കുക, വീഡിയോക്ക് ലൈക്ക് കൂടെ ചെയ്തേക്കുക.